അടൂർ താലൂക്ക് സർക്കാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം അഴുകിയെന്ന് പരാതി. ഫ്രീസർ തകരാറിലായത് കാരണം അടൂർ കുന്നിട സ്വദേശി പ്രദീപ് കുമാറിന്റെ മൃതദേഹമാണ് അഴുകിയത്. ഡോക്ടർ പോസ്റ്റ്മോർട്ടത്തിന് വിസമ്മതിച്ചെന്ന ബന്ധുക്കൾ. മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം ഉയർന്നു. ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 8 മണിയോട് 8:30 കൂടി ബന്ധുക്കൾ വന്ന് ബോഡി എടുക്കാൻ വേണ്ടി വന്നതാണ്. ഈ ബോഡി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴേക്കിന് ഭയങ്കര സ്മെല്ലാണ് പുറപ്പെട്ടത്. അതായത് യഥാർത്ഥത്തിൽ പേരിന് ഫ്രീസറാണെങ്കിലും ഫ്രീസർ സംവിധാനം ഇല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ നല്ല സ്മെല്ലും. വീണ്ടും ഓപ്പൺ ചെയ്തപ്പോഴേക്കിന് ഇവിടെ മൊത്തം ചോര ഒലിച്ച് ബോഡിയുടെ ബാക്ക് സൈഡ് മൊത്തം ചോര ഒഴിച്ച് കിടക്കുകയാണ്. ഇവർക്ക് സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ആൾക്കാർ ബന്ധപ്പെട്ട സമയത്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും ഇതിന് വ്യക്തമാക്കാൻ വേണ്ടി ആൾ വന്നിട്ടില്ല. ഗോകുൽ രമേശ് ചേരുന്ന വിവരങ്ങളുമായി. ഗോകുൽ, നമ്മുടെ സർക്കാർ സംവിധാനം ആരോഗ്യ മേഖലയുടെ മറ്റൊരു പരിതാപകരമായ അവസ്ഥ കൂടിയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അടൂർ താലൂക്ക് സർക്കാർ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ച മൃതദേഹം അഴുകിയതായുള്ള പരാതി വരുന്നത്. എന്തൊക്കെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്? രോഹിണി, ഇന്നലെ വൈകിട്ടാണ് അടൂരിലെ സർക്കാർ ആശുപത്രിയിലേക്ക്, താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ മൃതദേഹം എത്തിച്ചത്. തുടർന്ന് മോർച്ചറിയിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിർദ്ദേശം കൊടുത്തിരുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ മോർച്ചറിയിലെത്തി ബന്ധുക്കൾ ഇതെടുത്തപ്പോഴാണ് ഈ മൃതദേഹം അഴുകിയ നിലയിൽ കാണപ്പെട്ടത്. അതായത് ഫ്രീസറിൽ വെച്ചിരുന്നില്ല, മോർച്ചറിയിലാണെങ്കിൽ പോലും ഫ്രീസർ ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് മൃതദേഹം ഇങ്ങനെ അഴുകിയത് എന്നുള്ളതാണ് ബന്ധുക്കൾ പരാതിയായിട്ട് പറയുന്നത്. ആശുപത്രിയുടെ ഫ്രീസർ തകരാറായതാണ് ഇത്തരത്തിൽ കാരണമെന്നുള്ളതാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. എന്തായാലും മൃതദേഹം പൂർണ്ണമായിട്ടും അഴുകിയ രീതിയിലേക്ക് മാറിയിരുന്നു. അതിനുശേഷം ഈ മൃതദേഹം അവിടെ അടൂർ ആശുപത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ബന്ധുക്കൾ സമീപിച്ചു. പക്ഷെ അവിടുത്തെ ഡോക്ടർ ഈ പോസ്റ്റ്മോർട്ടത്തിന് വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോകുള്ളൂ എന്നുള്ളതാണ് അടൂർ ആശുപത്രിയുടെ അധികൃതർ നൽകിയ പ്രതികരണം. പക്ഷേ ഈ അവസ്ഥയിൽ, അഴുകിയ അവസ്ഥയിൽ മൃതദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. ഈ കാര്യം ബന്ധുക്കൾ ആശുപത്രി അധികൃതരെ അറിയിച്ചെങ്കിലും അവരുടെ ഭാഗത്തുനിന്നും ബാക്കി നിസ്സംഗതയായിരുന്നു പ്രതികരണമായിട്ടുണ്ടായിരുന്നത്. ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്ന് ഈ ബന്ധുക്കൾ അവിടെ എത്തി മോർച്ചറിക്ക് മുൻപിൽ വലിയ പ്രതിഷേധമൊക്കെ നടത്തുകയുണ്ടായി. അതിനുശേഷം പോലീസും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പോലീസിനോടും ഈ വിവരം ബന്ധുക്കൾ ധരിപ്പിച്ചു. പക്ഷെ പോലീസും പോലീസും പറയുന്നത് പത്തനംതിട്ട ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ എന്ന് മാത്രമാണ് പറയുന്നത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷെ ഈ അവസ്ഥയിൽ മൃതദേഹം ഒരിക്കലും അങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അത്രമാത്രം അഴുകുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് മൃതദേഹം ഉള്ളതെന്നാണ് പറയുന്നത്. അടൂർ കുന്നിട സ്വദേശിയായിട്ടുള്ള 40-കാരൻ പ്രദീപ് കുമാറിന്റെ മൃതദേഹമാണ് ഈ അവസ്ഥയിൽ എത്തിയത്. എന്തായാലും ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ള അധികൃതരുമായിട്ട് നഗരസഭാ അധികൃതരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവരുമായിട്ടൊക്കെ ആശുപത്രി അധികൃതരുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടാവുക. രോഹിണി.